بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബുറാക്കിനെ കുറിച്ചും അതിൽ യാത്ര ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ കൂടെയുണ്ട്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വൃദ്ധയായ വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ അരികിലൂടെ അവർ സഞ്ചരിക്കുന്നത്. വഴിയിൽ നിന്നൊരൽപ്പം മാറിയാണ് അവർ നിൽക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദായ ജിബ്രീൽ, ജിബ്രീൽ ഇതാരാണ്, ഇതെന്താ? എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് മറുപടി നൽകിയില്ല. സിർ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ മുന്നോട്ട് പോവുക എന്നാവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്നു. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ വഴിയിൽ നിന്ന് മാറി എന്തോ ഒന്ന് റസൂലുള്ളാഹി കാണുകയും ഹലുമ്മ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് താങ്കൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകർഷിക്കുന്ന രൂപത്തിൽ പ്രവാചകനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെയും ജിബ്രീൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, സിർ യാ മുഹമ്മദ്, മുഹമ്മദ് താങ്കൾ മുന്നോട്ട് പോവുക, യാത്ര തുടരുക, അതിനെ ഗൗനിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്നു. സുമ്മ ലഖിയഹു ഖൽഖും മിനൽ ഖൽഖ്, പിന്നീട് സൃഷ്ടികളിൽപ്പെട്ട ചില സൃഷ്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫഖാല അസ്സലാമു അലൈക യാ അവ്വൽ, അസ്സലാമു അലൈക യാ ആഖിർ, അസ്സലാമു അലൈക യാ ഹാഷിർ. അപ്പോ അവ്വലായ നബിയെ അങ്ങേക്ക് സലാം, ആഖിറായ നബിയെ അങ്ങേക്ക് സലാം, ഹാഷിറായ നബിയെ അങ്ങേക്ക് സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലാണ്. നാളെ പരലോകത്ത് അന്ത്യനാളിൽ ഒന്നാമത്തെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എല്ലാവരെക്കാളും വലിയ പദവി ആദം സന്തതികളുടെ സയ്യിദാണ് റസൂൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി അവ്വലാണ്. റസൂലുള്ളാഹി ആഖിറുമാണ്, അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകന്മാരിൽ ആഖിർ, അവസാനത്തെ വ്യക്തി. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഹാഷിറാണ്, പ്രവാചകന്റെ ഒരു പേരാണ് അത്. ഫറദ്ദ സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. പിന്നീട് രണ്ടാമതൊരാളെ കണ്ടു, അദ്ദേഹവും അതുപോലെ തന്നെ അസ്സലാമു അലൈക യാ അവ്വൽ, അസ്സലാമു അലൈക യാ ആഖിർ, അസ്സലാമു അലൈക യാ ഹാഷിർ എന്ന് രണ്ടാമത്തെ ആളും റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. മൂന്നാമത്തെ ആൾ അതുപോലെ ആവർത്തിച്ചു, പ്രവാചകൻ സലാം മടക്കി. ബുറാക്ക് റസൂലുള്ളാഹിയെയും കൊണ്ട് യാത്ര തുടർന്നു. ഹത്ത ഇൻതഹ ഇലാ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിൽ എത്തുന്നതുവരെ. അങ്ങനെ അള്ളാഹു അനുഗ്രഹങ്ങൾ നിറച്ച ആ പട്ടണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ബുറാക്കിനെ ബന്ധിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ പടിഞ്ഞാറു ഭാഗത്തെ വാതിലിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിച്ചു. ആ മസ്ജിദിൽ 2 റക്അത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. 2 റക്അത്ത് നമസ്കാരം
റസൂലുള്ളാഹി നിർവഹിച്ചു. പിന്നീട് ജിബ്രീൽ റസൂലുള്ളാഹിയുടെ അരികിലേക്കെത്തി. ഫഅറള അലൈഹിൽ മാ വൽ ഖംർ വൽ ലബൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം, അതുപോലെ തന്നെ ഖംർ മദ്യം, ലബൻ പാല്, ഇത് മൂന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ലബൻ പാല് തെരഞ്ഞെടുത്തു. ഫഖാല ലഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അസബ്തൽ ഫിത്ര, ആ ശുദ്ധ പ്രകൃതി താങ്കൾ തെരഞ്ഞെടുത്തിരിക്കുന്നു, താങ്കൾ ആ ശുദ്ധ പ്രകൃതിയിലാണ്. ഖംർ ഫവാഹിഷാൻ, തോന്നിവാസമാണ്. പിന്നീട് ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ ആ വെള്ളം തിരഞ്ഞെടുത്താൽ, ആ വെള്ളം കുടിച്ചാൽ താങ്കളുടെ സമുദായം ഒന്നടങ്കം പ്രളയത്തെ കണ്ടുമുട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രത്താണ് അവിടെ തെരഞ്ഞെടുത്തത്, പാലാണ് അവിടെ തെരഞ്ഞെടുത്തത്. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിച്ചു കൊടുത്തു. ആ നരകത്തിന്റെ ഭീകരത റസൂലുള്ളാഹി കണ്ടു. ഹൂറുൽ ഐൻ, സ്വർഗത്തിലെ സുന്ദരികൾ, ആ സ്വർഗത്തിലെ വനിതകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ വെളുപ്പ് നല്ല വെളുപ്പും കണ്ണിൻ്റെ കറുപ്പ് നല്ല കറുപ്പുമുള്ള സ്ത്രീകൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സൗന്ദര്യത്തിൻ്റെ അടയാളമാണ്. കണ്ണിൻ്റെ വെള്ള നല്ല വെളുപ്പായിരിക്കുക, കണ്ണിൻ്റെ കറുപ്പ് നല്ല കറുപ്പായിരിക്കുക, മറ്റ് തവിട് നിറമോ മറ്റെന്തെങ്കിലും നിറങ്ങളോ ആകാതെ അങ്ങനെ ഒരു നിറമുള്ള, അഥവാ ഒരു സൗന്ദര്യത്തെ അവിടെ അറിയിച്ചു എന്ന് മാത്രം. ആ സ്വർഗത്തിലെ സൗന്ദര്യമുള്ള ആ മഹദികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെട്ടു. നമസ്കാരത്തിൻ്റെ സമയമായി, ബാങ്ക് വിളിക്കപ്പെട്ടു. ഒരു വലിയ ജനാവലി അവിടെ റസൂലുള്ളാഹിയുടെ പിറകിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാരാണ് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത്. ആ അമ്പിയാക്കന്മാർക്ക് ഇമാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയും അവിടെ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ മസ്ജിദുൽ അഖ്സയിൽ നമസ്കാരം നിർവഹിച്ചു. ജിബ്രീൽ പിന്നീട് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ഹാദാ മാലിക് ഖാസിനുന്നാർ, നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ പരിചയപ്പെടുത്തി. അതിനുശേഷം നേരത്തെ കണ്ട ചില കാഴ്ചകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുത്തു. യാത്രയുടെ തുടക്ക സമയത്ത് ഒരു വൃദ്ധയെ, ഒരു പടു കിളവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും ജിബ്രീലിനോട് ചോദിക്കുകയും ചെയ്തിരുന്നല്ലോ, ആരാണ് ആ വൃദ്ധ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിക്കപ്പെട്ടു, ആ വൃദ്ധയുടെ ആയുസ് പോലെയാണ് ദുനിയാവിൻ്റെ ആയുസ്. ആ വൃദ്ധ, അവർക്കിനി വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ, മരണത്തിലേക്ക് അവരെത്തി നിൽക്കുന്നു. ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. ദുനിയാവ് അതിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഭൂമിക്ക്, ഈ ദുനിയാവിന് ഇനി ഒരുപാട് കൊല്ലത്തെ ആയുസ്സില്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടതാണ്. നമ്മൾ ഇപ്പോഴും കരുതുന്നത് ഇനിയും ഒരുപാട് കാലമുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅ കഹാതൈൻ, ഞാനും അതുപോലെ തന്നെ അസ്സാഅ, ലോകാവസാനവും ഇതുപോലെയാണ്. രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയോഗത്തിന് ശേഷം പിന്നീട് പ്രതീക്ഷിക്കാനുള്ളത് ലോകാവസാനത്തെയാണ്. ഇനിയൊരു നബിമാര് വരാനില്ല. അപ്പം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദുനിയാവിന് തന്നെ ആയുസ് വളരെ ചെറുതാണ്. പിന്നെയാണോ നമ്മൾ നമുക്ക് തന്നെ ഒരുപാട് കാലമുണ്ട്, ഇനിയും ഒരുപാടുണ്ട് എന്ന് കരുതി നിൽക്കുകയാണ്. നമ്മളോട് ഏറ്റവും അടുത്താണ് നമ്മുടെ മരണം. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാലം അളക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷം ബർസഖുണ്ട്, മഹ്ശറുണ്ട്. മഹ്ശറിൽ സുദീർഘമായ കാത്തിരിപ്പുണ്ട്, സിറാത്തുണ്ട്, ഹിസാബുണ്ട്.
ഇതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനുള്ള കാലങ്ങളാണ്. എത്രയോ കാലം നമ്മൾ കാത്തിരിക്കാനുണ്ട്. അത് വെച്ചു നോക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് മരണം. മരണം ഒരുപാട് ദൂരെയല്ല, മരണം തൊട്ടരികിലാണ്. ആ തൊട്ടരികിലുള്ള മരണത്തെ വിസ്മരിച്ചുകൊണ്ടാണ് അകലെയുള്ള സ്വപ്നങ്ങളുടെ പിറകെ പലപ്പോഴും നമ്മൾ പോകുന്നത്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ഒരിക്കലും കൈകളിലേക്ക് എത്താത്ത ഒരുപാട് കിനാബുകളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് മോഹങ്ങളും ഇതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. തൊട്ടരികിലുള്ള മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, തൊട്ടരികിലുള്ള നമ്മളുടെ മരണത്തെക്കുറിച്ച് ഒരല്പസമയം മാറ്റിവെച്ചൊന്ന് ആലോചിച്ചാൽ നമ്മളുടെ കൊതി സ്വർഗമാകും. നമ്മളുടെ ഏറ്റവും വലിയ കിനാവ് പരലോകത്തിലെ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗമായി തീരും. അത് പ്രത്യേകം നാം ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ദുനിയാവ് ചെറുതാണ്. ആ വൃദ്ധയുടെ ആയുസിൻ്റെ അത്ര അതുപോലെ വളരെ കുറച്ചാണ് ഈ ദുനിയാവിനുള്ളത് എന്ന് റസൂലുള്ളാഹിയെ അറിയിച്ചു. ഇനി ഹലുമ്മ യാ മുഹമ്മദ് എന്ന് കേട്ട ആ ശബ്ദം അദുവുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുവായ ഇബ്ലീസിൻ്റെതാണ്. അതിനെ കരുതിയിരിക്കണം എന്ന് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു. സലാം അറിയിച്ച ആ മൂന്നാളുകൾ റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞല്ലോ. ആ മൂന്നാളുകൾ, ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഈസ നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ആ മൂന്ന് നേതാക്കന്മാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം അറിയിച്ചത്. പിന്നീട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകൾ ഹദീസുകളിലൂടെ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്തൊരു ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളുമായി പഠിക്കാം, ചർച്ച ചെയ്യാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.